നമ്മൾ എത്തിയിരിക്കുകയാണ് തിരിച്ച് ഒരു ലോഡ് തമാശകളുമായിട്ട് സ്കിറ്റുകളുമായിട്ട്. അത് മാത്രമല്ല നാട്ടുകൂട്ടമായിട്ട് ഇന്ന് എത്തിയിരിക്കുന്നത് ആറന്മുളയിൽ നിന്നും വഞ്ചിപ്പാട്ടുകാരാണ് ടീം പാണ്ഡവ. മക്കളെ നിങ്ങളൊക്കെ ഏത് കരയാണ്? ഞങ്ങളിപ്പോ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് 12 പേരാണ്. നമ്മൾ 8 കരയിൽ നിന്നുള്ള കുട്ടികളാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. 8 കരയിൽ ആൾക്കാരുണ്ടല്ലേ? നിങ്ങളുടെ കരയുടെ പേരെന്താണ്? എന്റെ കര ഇടപ്പാവൂർ പേരൂര്. അപ്പൊ എല്ലാരും ഒന്ന് അവരുടെ കരയുടെ പേര് പറയും. ആറന്മുളയിൽ മൊത്തത്തിൽ 52 കരകളുണ്ട്. അതില് 52 കരകളും 52 പള്ളിയോടങ്ങളും ഉണ്ട്. അതില് ഞാൻ തെക്കേമുറി പള്ളിയോടത്തിന്റെ പാട്ടുകാരനാണ്. അതുപോലെ ഇപ്പം തെക്കേമുറി കിഴക്ക് പള്ളിയോടം, മാരാമൺ പള്ളിയോടം, മാലക്കര പള്ളിയോടം, അതുപോലെ ചെറുകോൾ പള്ളിയോടം. നിങ്ങൾ പല കരക്കാർ ഒരുമിച്ചിട്ടുള്ള ഒരു ടീമാണ് ടീം പാണ്ഡവ അല്ലെ? നമ്മള് പല സ്ഥലത്തുനിന്ന് വന്നൊരു ഈ വർഷത്തെ ആറന്മുള ആറന്മുള വള്ളസദ്യക്ക് ഞങ്ങൾ എല്ലാരും വരും. ടിക്കറ്റ് മറ്റാതെ സെറ്റ് ആക്കി തരണം. ഓ നല്ല കാര്യമാണ്. ആഗ്രഹം ആറന്മുള വള്ളസദ്യക്ക് അടിച്ചിട്ടാ പോയത് നീ മദ്യത്തിന്റെ ആലിസ കുറപ്പ് കാറ്റ് അടിച്ചോണ്ടിരിക്കുകയാണ്. ഇനി ഈ കാറ്റ് അനുവദിക്കരുത്. നമുക്ക് പരിപാടി തുടങ്ങാം. പ്രിയ സുഹൃത്തുക്കളെ, ആദ്യം തന്നെ നമുക്ക് സ്കിറ്റ് കാണാം. ഐശ്വര്യമായിട്ട് സ്കിറ്റ് വരട്ടെ. ഓ കാറ്റ് കാറ്റ് നീ ആരെയും പാടി ഉറക്കണത്? നമ്മുടെ കുഞ്ഞിനെ. എന്നിട്ട് കുഞ്ഞെവിടെ? കുഞ്ഞിതാ. കുഞ്ഞല്ലേ എന്റെ കയ്യിലിരിക്കണത്? സോറി ഇവിടെയായിട്ട് നിനക്ക് ഒരു ശ്രദ്ധയില്ലട്ടാ. ഏതു നേരം ഫുൾ ടൈം ഫോണി കളിയാണ്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അതെ, നിങ്ങൾ അറിഞ്ഞാ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ക്യാബേജ്. ഇനി എന്താണ് അരിയേണ്ടത്? ക്യാബേജ് അരിഞ്ഞ കാര്യമല്ല ചോദിച്ചത്. നിങ്ങൾ അറിഞ്ഞാ എന്തേ? രാവിലെ മുതൽ അപ്പുറത്തെ വീട്ടില് ഭയങ്കര ബഹളം, ആൾക്കൂട്ടോ. ശശിയുടെ വീട്ടിലാ? അത് കൊള്ളാലാ. എനിക്ക് തോന്നണേ ശശിയുടെ വീട്ടില് പലിശക്കാരോ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കണാണ്. പലിശക്കാരൻ ഇങ്ങോട്ടല്ലേ വരൂ, നമ്മളല്ലേ വാങ്ങിച്ചിട്ട് കൊടുക്കാത്ത ടീം. ചിലപ്പോഴേ ബാങ്ക് വരെ ജപ്തി ചെയ്യാൻ വന്നതായിരിക്കും. എന്റെ ദൈവമേ, ശശിയുടെ വീട് ജപ്തിയായ? അടിപൊളി അടിപൊളി അടിപൊളി. ഈയിടെയായിട്ടെ അവൻ ഇച്ചിരി അഹങ്കാരം കൂടുതലാ. അവനൊരു പുതിയ ബുള്ളറ്റ് ഉണ്ടല്ല, അതുമായിട്ട് അവൻ ഞെളിഞ്ഞങ്ങനെ പോകുമ്പോ എന്നെ കണ്ടു കഴിഞ്ഞപ്പോ 3 പൊട്ടിക്കലടി. തല്ലീന്നല്ല, ആ ബുള്ളറ്റ് എന്റെ അടുത്തോട്ട് ഇങ്ങനെ പൊട്ടിച്ചോണ്ട് പോണ്. അപ്പൊ തന്നെ ഞാൻ ആലോചിച്ച്, എടാ ഇത് നിനക്ക് ദൈവം തരുമെന്ന്. എന്തായാലും അവന്റെ ജപ്തി ഞാൻ വീഡിയോയിൽ എടുത്തിട്ട് ഞാൻ റീൽസ് ഇടോടി മോളെ. ഞാനേ പോയെന്ന് അന്വേഷിച്ചിട്ട് വരാം, കൂടുതൽ വിവരങ്ങളായിട്ട് വരാം. ഞാൻ ഗർഭിണിയായിരുന്നപ്പോ നീ എന്തുവാടി പറഞ്ഞത്? നിനക്ക് ഗർഭമല്ല, വയറ്റില് ഗ്യാസ് ആണ്, അതിനകത്ത് ഒന്നുമില്ലെന്ന്. ആ ഒന്നുമില്ലെന്ന് പറഞ്ഞാടി എന്റെ തൊട്ടിലേക്ക് കിടക്കുന്നത്. അതൊന്നും വേണോടി. സംഭവം ശശിയുടെ വീട്ടിൽ ജപ്തിയല്ല, പിന്നെ അവന്റെ ഇളയമോൻ ജയിലിൽ പോയിട്ടുണ്ടായില്ലേ, അവൻ പരോളിന് വന്നേക്കണതിന്റെ തിരക്കാണെന്ന്. അതിനാണ് ഇത്രയും തിരക്ക്? ജയിലിലൊക്കെ ഇപ്പൊ എന്താണ് കാശ് നേരിയാണ്. അവന് കല്യാണക്കാരിയും ആലോചിച്ച് വന്നേക്കണ പെണ്ണുങ്ങളുടെ ബന്ധക്കാരാണ് അവിടെ. ആ ഇവിടെയുണ്ട് ഒരു സർക്കാർ ജോലിക്കാരൻ, സ്കൂളിലെ പ്യൂണ്. വൈകിട്ട് 4 മണിയാകുമ്പോ പിള്ളേര് പോണ നേരത്തെ ആ ചുറ്റി കെട്ടി കളിക്കുന്നത്. ആ ചുറ്റി എടുത്ത് വല്ലോണ്ട് തലക്ക് അടിച്ച് നിങ്ങൾ ജയിലിൽ പോയിരുന്നെങ്കിലേ നമുക്ക് സുഖമായിട്ട് ജീവിച്ചുകൂടായിരുന്നാ? നമുക്ക് സുഖമായിട്ടല്ല, എനിക്ക് സുഖമായിട്ട് ജീവിക്കാം. നിന്നെ തലക്കടിച്ച് കൊന്നിട്ടേ ഞാൻ ജയിലിൽ പോകുള്ളൂ. നീ എന്നോട് മിണ്ടണ്ട. എനിക്ക് സ്കൂളിൽ പോണം. എന്റെ മുണ്ടെങ്ങനെങ്കിലും അലക്കിടിയേ. ഒരു തെരഞ്ഞെടുപ്പെടുക്കുന്ന സമയത്ത് വിലയില്ല നോട്ട്. എവിടെ പോണു? നിങ്ങളൊരു നേതാവല്ലേ? അല്ല, എനിക്ക് എല്ലാ വീട്ടിലും കയറി ഇറങ്ങി നടക്കാനൊന്നും പറ്റും. അതെ, പാർട്ടി എന്താ പറഞ്ഞേക്കണത്? നമ്മളെല്ലാ വീട്ടിലും കയറി ഇറങ്ങണം, സമ്പർക്കം നടത്തണം, എന്നിട്ട് നമ്മൾ വോട്ട് പിടിക്കണം. അതെ. അല്ല, നിങ്ങളല്ല അടുത്ത സ്ഥാനാർത്ഥി. അയ്യോ, അപ്പൊ വോട്ട് പിടിക്കണം. വോട്ട് പിടിക്കണം. നമ്മളെ ഓരോ വീട്ടിലും ചെല്ലുമ്പോ അവിടുത്തെ ബയോഡാറ്റ നേരത്തെ അറിഞ്ഞിരിക്കണം. അല്ലെ അവര് തെറ്റിദ്ധരിക്കും. ഇവിടുത്തെ വേട്ടാവളിന്റെ പേരെന്താന്നാ പറഞ്ഞ? വിനു. വിനു വിനു വിനു. അതെ അതെ. അവൻ എന്ത് ചെയ്യുന്നു? പുള്ളി ആരെയോ മണിയടിച്ചിട്ട് സ്കൂളിൽ ജോലി കിട്ടി പുള്ളിക്ക്. എന്തായിട്ട്? പിയൂണാ. അപ്പൊ മണിയടി തന്നെ. വൈഫ് ഹൗസ് വൈഫാ. ഹൗസ് വൈഫാന്ന്. ആരുടെ? ആ വിനുവിന്റെ ഭാര്യയാണെന്ന്. ആ വിനുവിന്റെ ഭാര്യ ഹൗസ് വൈഫ്. അതെ അതെ. ഓക്കെ. മാത്രല്ല വിനു എന്ന് പറഞ്ഞ ഇത്തിരി വഞ്ചിപ്പാട്ടൊക്കെ പാടുന്ന ആളാണ്. ആണോ? ആ
ആഹാ, അവനൊന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാ അപ്പൊ നമ്മൾ പാട്ട് പാടുമ്പോ അവര് ഇറങ്ങി വരൂല്ലോ എൻട്രി. പാടാൻ അറിഞ്ഞൂടാ. പാടാൻ അറിയില്ല, എന്നാലും എനിക്ക് നടക്കും. ഒന്ന് പാടി പിടിച്ചാ. ഞാനേ ഈ സാധനത്തെ അങ്ങ് തുഴഞ്ഞാലോ. അയ്യോ, അത് തൊട്ടില്ല. തൊട്ടിലാണോ? അതെ അതെ അതെ. പിടിക്കാം. പിടിച്ചോ, പിടിച്ചോ. നീ പാടിക്കോ, ഞാൻ കൂട്ടത്തിലുണ്ട്. ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ തക തക തകതോ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ തക ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തിത്താരാ ദിത്തിത്തൈ. ആരുടെ എന്റെ വീടിന്റെ മുമ്പിൽ കിടന്ന് കൂടണത്? കൂവിയതല്ല, വഞ്ചിപ്പാട്ട് പാടിയതാ. വഞ്ചിപ്പാട്ടാണ്. അതെ വിനു, ഏതാടേ ബാലകാരൻ? പാലക്കാരനല്ല, നേതാവാ, നേതാവ്. നേതാവാ? നമ്മുടെ പാർട്ടിയുടെ നേതാവ്. ഞാൻ കണ്ടത്തിൽ ചാണ്ടി. താൻ കണ്ടത്തിന്ന് ചാടേ കുളത്തിന്ന് കയറി എന്ത് വേണേലും കാണിക്കാതെ നിങ്ങളോട് പറഞ്ഞെന്തിനാണ്? അയ്യോ, അങ്ങനെയല്ല, പുള്ളിയുടെ പേര് പറഞ്ഞതാ, കണ്ടത്തിൽ ചാണ്ടി. ഈ വർഷം ഇലക്ഷന് അടുക്കല്ലേ? വരവ് റെഡിക്ക് വന്നേ. ഇലക്ഷന് പിടികിട്ടിയാ? ആരാ? ആ, നിനക്ക് മനസ്സിലാവില്ല. 5 കൊല്ലം മുമ്പ് നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിന്നിട്ട് പോയ ആളാ. ഇപ്പൊ വീണ്ടും എത്തിയൊക്കെയാണ്. ആ ഇലക്ഷൻ ആയല്ലോ അത് തന്നെ. എല്ലാ അനുഗ്രഹവും ഉണ്ടാവണം. കുഴിനകത്തിന് ക്യൂടെക്സ് നല്ലതാ കേട്ടോ. അല്ല, ഇലക്ഷൻ വോട്ട് ചെയ്യണമെന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ഇത്തവണ ഒരു കാര്യം പറയട്ടെ സുഹൃത്തെ, ഞങ്ങൾ ആരും വോട്ട് ചെയ്യുന്നില്ല. അയ്യോ, വോട്ട് ചെയ്യുന്നില്ല. വോട്ട് ചെയ്യണം. വോട്ട് നമ്മുടെ അവകാശമാണത്. വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ അവകാശം അവിടെ തീർന്നില്ല സുഹൃത്തെ. അല്ല വിനു, ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ആയിക്കോട്ടെ, ജനാധിപത്യം എന്ന് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ മേൽ രാഷ്ട്രീയക്കാർ അടിച്ചേൽപ്പിക്കുന്ന ആധിപത്യം, അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജനാധിപത്യം? അങ്ങനെയല്ല, ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ മൊത്തത്തിൽ ഒന്ന് ഡെവലപ്മെന്റേഷൻ ആക്കും. എങ്ങനെ? ഇവിടെ പാവപ്പെട്ടവനില്ല. പാവപ്പെട്ട അതെങ്ങനെ മാറ്റും? പാവപ്പെട്ടവനെ ഞങ്ങൾ പാവപ്പെട്ടവന്റെ എല്ലാവരും പേര് മാറ്റിട്ട് പണക്കാരനാക്കും. നല്ല ഉഗ്ര ഐഡിയ. എവിടെ നിന്ന് കിട്ടുന്ന ഈ ബുദ്ധിയൊക്കെ? എല്ലാം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണല്ലോ. അതെല്ലേ? അതെ അതെ. പിന്നെ ഞങ്ങള് ആകാശപാത ആകാശപാത എന്ന് പറഞ്ഞ വികസനത്തെ കുറിച്ച് ഇരുന്ന് സംസാരിക്കാം. ഇരുന്ന് സംസാരിക്കണം. അല്ല, വേണ്ട, ഇരുന്ന് സംസാരിക്കണം. വേണ്ട, പറഞ്ഞോ. അല്ല, നമ്മള് പ്ലാനിങ് ആയി വരുന്നതേ ഉള്ളൂ. അല്ല, എല്ലാം പ്ലാനിങ്ങേ ഉണ്ടാവുള്ളൂ, പ്രാവർത്തികമാക്കൂലെന്ന് നമുക്കറിയാം. ഇത്രയേ ഉള്ളൂ. എന്നാൽ എങ്ങനെയാണ് ഈ അല്ല, നമുക്ക് ആദ്യം ഒരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം. വേണ്ട, ചായ വേണ്ടേ? അല്ല, പഞ്ചസാര വേണ്ട. എടി, ഒരു ചായ എടുക്ക്. ഇവിടെ പാലില്ല. പിന്നെ കട്ട മതി. ഇവിടെ തേയിലേ തീർന്നു. എന്നാ വെള്ളെങ്കിലും കൊടുക്കാൻ പറ. വേണ്ട, വെള്ളം കുടിച്ചു. ഇടക്ക് വെള്ളം കുടിക്കണം നല്ലതാണ്. കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മളെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇടക്ക് കുടിക്കണതൊക്കെ നല്ലതാണ്. അപ്പൊ എങ്ങനെയാ ഈ പദ്ധതിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല? നമ്മുടെ പ്ലാനിങ് ആയി വരുന്നതേ ഉള്ളൂ. അതാണ് പറ. ഈ ആകാശപാത. ആകാശത്തിലൂടെ ഇങ്ങനെ നമ്മള് 3.5 മണിക്കൂർ കൊണ്ട് എത്തിക്കും. നമ്മള് കാസർഗോഡ് നിന്ന് 20 മിനിറ്റ് ഇടവിട്ട് വിടും. ഈ സാധനം അങ്ങ് വിടും. ഇതാരാ ഇതിനകത്ത് കയറി പോണത്? ഞങ്ങള് തന്നെ. അത് പാവപ്പെട്ടവർക്ക് എന്താണ് ഗുണം? അല്ല, അവർക്കെന്നൊരു ഗുണങ്ങളുണ്ട്. എന്ത്? അവരിപ്പോ നമുക്ക് കരിങ്കൊടി കാണിക്കണ്ട, ഹർത്താൽ ചെയ്യണ്ട, സമരം ചെയ്യണ്ട, തമ്മിലിത്തല്ല ഉണ്ടാവൂല. അതൊക്കെ ഒഴിവാക്കാല്ലോ. രക്ഷാപ്രവർത്തനം അതൊക്കെ ഒഴിവാക്കാല്ലോ നമുക്ക്. ഓ, അങ്ങനെ ഒഴിവാക്കാന്ന്. അത് നല്ല പരിപാടി. നിങ്ങൾക്ക് യാതൊരു തടസ്സമില്ല. അത് കോളിക്കൂടെ സഞ്ചരിക്കാം. എവിടം വരെ പോകുന്ന പറഞ്ഞത്? തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് നിർത്തരുത്, നേരെ ബഹിരാകാശത്തേക്ക് പോകണം. എല്ലാ നേതാക്കന്മാരും കയറി അങ്ങോട്ട് പോകണം. പിന്നെ തിരിച്ചു വരരുത്. അതോടെ ഈ നാട് നന്നാവും. ചീഞ്ഞ് പോവാം. അങ്ങനെയൊന്നും അല്ല. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ. അപ്പൊ ഞാൻ സ്ഥാനാർത്ഥിയാവണോ? അതിന് നിങ്ങൾ ചീഞ്ഞല്ല. എന്റെ പൊന്നെ, ഇതാര് ഈ കിടക്കണത്? ഞങ്ങളുടെ തക്കട് പൊന്നെ, അടി ഞങ്ങളുടെ ഒരു ഓട്ടായി കിടക്കുന്നേ. അങ്ങ് വളർന്ന് അങ്ങ് കേറി പോകുവാണല്ലോ നീ. പൊക്കല്ലടോ, പൊക്കിയതുകൊണ്ടാണ് അവൻ വളർന്ന് കയറിയതായിട്ട് തോന്നുന്നത്. താഴ്ത്തു വെക്ക, അപ്പൊ അവൻ ചെറുതാ. ഞാൻ കഷ്ടപ്പെട്ട കുഞ്ഞിനെ ഒന്ന് ഉറക്കിയത്. ഇലക്ഷൻ ആവുമ്പോ ഒരു നാണം ഇല്ലാണ്ട് ഇളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നോളും. ഇലക്ഷൻ കഴിഞ്ഞ് ഏരിയ കാണത്തില്ലല്ലോ. പോടോ. എടി, നീ അങ്ങനെ തൊണ്ട പിടിച്ചിട്ട് കാര്യമില്ല. അവര് പോവൂല, അവർക്ക് നാണമില്ല. അല്ല, അപ്പം നമുക്ക് വോട്ട് ചെയ്യണം. നമ്മൾ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ എല്ലാ ഡെവലപ്മെന്റ്. നാണമില്ലാത്ത സഹോദര, ഞങ്ങൾക്ക് ചെറിയൊരു സഹായം ചെയ്തു തരുമോ? ഞങ്ങൾ ഭരണത്തിൽ വന്നു എല്ലാ സഹായവും ഓക്കെയാണ്. ഓക്കെ ആണല്ലോ. ഞങ്ങൾ ഈ അടുത്ത് പുതിയൊരു വീട് വെച്ച് നമ്പർ കിട്ടിയിട്ടില്ല. നമ്പർ ഒന്ന് തരുമോ? 9847355839. ആരുടെ നമ്പറാ? എന്റെ നമ്പർ പോരെ? അതല്ല, വീടിന്റെ നമ്പർ കിട്ടിയില്ലെന്ന് ഒന്ന് ശരിയാക്കി തരുമോ? എന്റെ സുഹൃത്തെ, വീട്ടു നമ്പർ കിട്ടാൻ വേണ്ടി ഞാൻ പോകാത്ത ഇടങ്ങളില്ല. അങ്ങനെ ലാസ്റ്റ് വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങിയപ്പോ വില്ലേജ് ഓഫീസർ എന്നോട് 5000 രൂപ കൈക്കൂലി ചോദിച്ചിരിക്കുന്നു. കൈക്കൂലി? കൈക്കൂലി ഞങ്ങൾ വെച്ച് ഉറപ്പിക്കില്ല. വെച്ച് ഉറപ്പിക്കരുത്. കൈക്കൂലി ഞങ്ങൾ
നിർമ്മാർജ്ജനം ചെയ്യും. നിർമ്മാർജ്ജനം ചെയ്ത് സമൂഹത്തിന്റെ കുറച്ചേരം അവിടെ പോയിരിക്കും. നിർമ്മാർജ്ജന അത്രേ ഉള്ളൂ. അതെ, ആ കൈക്കൂലി വാങ്ങി ഓഫീസർ നമുക്ക് സ്ഥലം മാറ്റണം. സ്ഥലം മാറ്റണം അല്ലേ? ഒന്നും വെച്ച് ഉറപ്പിക്കാൻ പാടില്ല അല്ലേ? ആ. എത്ര മേടിക്കണം? 10 പറ. നെല്ല നെല്ലല്ലടാ, ഗോതമ്പ്. എടാ 10,000 പറയാൻ. ഒരു 10,000 രൂപ നേതാവിന് കൊടുത്താലേ പുള്ളി നാളെ തന്നെ അയാളെ സ്ഥലം മാറ്റിക്കും. അതിനെന്താ കൊടുക്കുന്നത്? അതിനേലും എനിക്ക് 5,000 അയാൾക്ക് കൊടുത്താ പോരെ വില്ലേജ് ഓഫീസർക്ക്? അല്ല, അയാൾ സ്ഥലം മാറ്റണ്ടപ്പോ. സ്ഥലം മാറ്റണം. അയാള് കൈക്കൂലി മേടിച്ച ആളല്ലേ? നിങ്ങൾ ചോദിക്കുന്ന കൈക്കൂലിയല്ലേ? ഇത് കൈക്കൂലിയല്ല, പിന്നെ പാർട്ടി ഫണ്ട്. അത് ഫണ്ടാണ്, അത് ഞങ്ങൾക്ക് പണ്ടേ ഉള്ളതാണ്. പഴയ കട്ടിള പാളി ജനൽ കൊടുക്കാനുണ്ടോ? നല്ല പരിചയമുണ്ട് ഈ പുള്ളിന്. പഴയ കട്ടിളപ്പാളി പക്ഷേ ജനൽപ്പാളി. ഇങ്ങനെയല്ലല്ലോ പറയേണ്ടത്. പഴയ പാട്ട, ചെമ്പ്, പ്ലാസ്റ്റിക് പാത്രങ്ങൾ കൊടുക്കാനുണ്ടോന്നാണ്. ഇതെന്താണ് കട്ടള ജനല്? ചെറിയൊരു വെറൈറ്റി ആണ് ഇപ്പൊ. ഇതാരാണിത്? എനിക്ക് നല്ല പരിചയമുണ്ട്. അതായത് ഞങ്ങള് രാഷ്ട്രീയ പാർട്ടിക്കാരെ എല്ലാം പോറ്റി വളർത്തുന്ന ഒരാളാണ്. ഇത്തവണ നമുക്കിട്ട് മാത്രം പണിയല്ലേ, എല്ലാ രാഷ്ട്രീയക്കാർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണം കേട്ടോ, എന്നാലും എല്ലാരും കൂടി ഇടിവെക്കുള്ളൂ. നമുക്ക് മാത്രം ഇതെല്ലാം കൂടെ തലയെ വെച്ച് തരല്ലേ നീ? പിന്നെ സുഹൃത്തെ, എനിക്കൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട്. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു വിഷയം ഉണ്ടായിട്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടായിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ വരാൻ കാര്യമില്ലല്ലോ. ഞങ്ങൾ അങ്ങനെ ആ ജംഗ്ഷനിൽ വെച്ച് ഞാൻ സ്കൂട്ടറിന് വരുമ്പോ എതിരെ വരുന്ന റോങ് സൈഡ് വന്ന കാർ എന്നെ ഇടിച്ചു വീഴ്ത്തി. ഞാൻ അവിടെ ചോരയെ കുളിച്ച് കാലും ഒടിഞ്ഞ് അവിടെ കിടന്നു. ഒരാൾ പോലും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. കാറിലുണ്ടായിരുന്ന ഡ്രൈവറെ അടക്കം നിങ്ങൾ എടുത്തോണ്ട് പോയി. അവർക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. അവർ ആംബുലൻസ് വിളിച്ച് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പുത്തനമ്പലം ജംഗ്ഷനിൽ അല്ല വണ്ടി ഇടിച്ച് കിടന്നത്. എന്തുകൊണ്ട് നിങ്ങൾ എന്നെ തിരിഞ്ഞു നോക്കിയില്ല? ആ മറ്റേ കാറിൽ വന്ന് 7 പേരില്ലേ, അവര് വെള്ളമായിരുന്നു. എന്നിട്ട് നിങ്ങൾ അവരെ കൊണ്ടുപോയല്ലോ. അതെന്തുകൊണ്ട്? അതെന്നാന്നറിയാമോ? നിങ്ങൾ ഒരു ഓട്ടാണ് ഈ കിടക്കണതേ, അത് 7 ഓട്ട. നമ്മൾ അവരെ രക്ഷിച്ചാലേ 7 ഓട്ട് കിട്ടും. ഇത് ഓരോ ഓട്ടല്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും പിടിക്കാലോ. അപ്പൊ ഓട്ടിന് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കും. വെറുതെ അല്ലടാ മാളില് പോലീസുകാരനെ തല്ലിയത്. മോളെന്തിനാ പോലീസിനെ തല്ലിയത്? എന്തിനാ മര്യാദ കൊടുക്കണം? തിരുവനന്തപുരത്തെ ഷോപ്പിംഗ് മാളില് പോലീസുകാരുടെ പാർട്ടിക്കാര് തല്ലി. എന്തായിരുന്നു കാര്യം? പോലീസുകാരുടെ പാർട്ടിക്കാരെ തല്ലിട്ടോ പാർട്ടിക്കാര് തിരിച്ചു തല്ലിയത്. അപ്പൊ തല്ലണമല്ലോ. സുഹൃത്തെ, ഇതിൽ നിന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. പറയരുത്, അത് ഞങ്ങൾ രാഷ്ട്രീയക്കാരുടേതാണ്. എന്ത് ഞങ്ങൾ മാറ്റി പറഞ്ഞ അണ്ണം പറയരുത്. എന്ത് പറയുന്നത്? നിങ്ങൾ ആദ്യം തിരുവനന്തപുരം എന്ന് പറഞ്ഞു, ഇപ്പൊ പിന്നെ കൊല്ലം പറഞ്ഞു. അല്ല രാഷ്ട്രീയക്കാരാണ് വാക്ക് മാറ്റി പറഞ്ഞത്. തിരുവനന്തപുരത്തെ ആള് കൊല്ലത്ത് വരരുത്. അതെ, ഞാനൊരു കാര്യം പറയാം. എന്തായാലും പോലീസുകാരനെ തല്ലിയത് ശരിയായില്ല. പിന്നെ എന്ത് ചെയ്യണം? കൊഞ്ഞനെ കാണിച്ചാൽ മതിയായിരുന്നു. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ നാട്ടിൽ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ല. നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ പുറകെ നടന്ന് നാണം കെട്ട് അതെങ്കിലും ഒന്ന് ശരിയാക്കി തരുമോ? അല്ല, വേറൊരു കേസുണ്ട് അതില്. ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ ഞങ്ങളാണ് ഇവിടെ ബസ് സ്റ്റാൻഡ് ആദ്യമായിട്ട് തറക്കല്ലിട്ടത്. എന്നിട്ട് ആ ബസ് സ്റ്റാൻഡ് പണിതോ? അല്ല, അന്നേരത്തേക്ക് ഞങ്ങൾ പറഞ്ഞിന്ന് പുറത്തു പോയിരുന്നു. അപ്പൊ നിങ്ങളുടെ എതിർ പാർട്ടിക്കാർ വന്നു, അവരും അതിന്റെ മേലിൽ ഒരു തറക്കല്ലിട്ടു, അവരും പറഞ്ഞില്ല. അതിനുശേഷം വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നല്ലോ. അപ്പൊ അതിന്റെ മുകളിൽ ഞങ്ങൾ ഒരു കല്ലിട്ടു. അതൊന്നും പറഞ്ഞില്ല. ഇല്ല, അങ്ങനെ നിങ്ങൾ മാറി 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 തറക്കല്ലിട്ട് അതിപ്പോ വലിയൊരു തൂണായിട്ട് നിൽക്കുക. ബസ് സ്റ്റാൻഡ് ഇപ്പോഴും ഇല്ല. ബസ് സ്റ്റാൻഡിന് ഒരു തൂണായില്ലേ? ഇത്തവണ ഞങ്ങൾക്ക് ഭരണം എന്താ, ഞങ്ങള് പണിയാം. ആർക്കിട്ട് പണിയാം? മൊത്തത്തിലൊന്നും പണിയാം. അതങ്ങനെയല്ല. അയ്യോ ആരടാ പൊന്നെ ഈ ഓട്ടിനെ ഇങ്ങനെ വെറുതെ കിടത്താതെ സൈലൻസർ പിടിപ്പിച്ച് തുണി പൊതിഞ്ഞ് ഇട്ടേക്കുവാണോ ഇതിനെ? എന്റെ മൂത്രം ഒഴിച്ചേ. സാരില്ലതേതാവ് ഉണ്ണിമൂത്രം പുണ്യാഹം എന്നാണ്. അവൻ പുണ്യാഹം തെളിച്ച് അവന്റെ തലമുറയെങ്കിലും ഈ നാടിനെ ഒന്ന് ശുദ്ധീകരിക്കട്ടെ. ആക്കിയതാണോ? ഏയ്, ആക്കിയതാ. അപ്പം നമ്മുടെ ചിഹ്നം മറക്കല്ലേ? അതല്ലേ ഒലക്ക കോട്ടിയത് ഞങ്ങളെ വിജയിപ്പിക്കണം. ഇറങ്ങി പോടോ. ചേച്ചി, നമ്മുടെ പാണ്ഡവ ടീംസിന് ആറന്മുള വള്ളസദ്യക്ക് പകരം നമ്മൾ ഇന്നൊരു ചിരി സദ്യ അങ്ങ് വിളമ്പാൻ വേണ്ടി. അപ്പൊ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാണ്, നമ്മുടെ ഒരു ബാറ്ററി സ്കിറ്റാണ് അടുത്ത് വരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ചിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബാറ്ററി പടപടേന്ന് പറഞ്ഞെങ്കിൽ ചാർജ് ആവും. അതിനനുസരിച്ച് സദ്യ വിളമ്പാൻ വരുന്നവർക്ക് കാശും കിട്ടും. ഓക്കെ, ശരിക്കും റെഡിയാണല്ലോ? ഓക്കെ ചേച്ചി, ബാറ്ററി ഓൺ ആണോ? ഓൺ.
ഓക്കെ, അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം സിന്ധു, സനീഷ് ആൻഡ് അതിഷയ്. അയ്യേ ശരിയായില്ല, റിങ് ചമ്മി. ഓ ഇനി ഞാനിത് പിടിച്ചോണ്ട് കറക്കല്ലേ, ഈ റിങ് വീണ്ടും ചമ്മും. നീ ഇതെന്തോ കാണിക്കുവോ ഇത്? ഹൂപ്പ് കറക്കുക. നീ ഒരു കോപ്പ് കറക്കണ്ട, ഇട്ടിട്ട് പോടി വേണം. എന്റെ ചേട്ടാ 3 മാസം കൊണ്ട് ഞാൻ ഇതിട്ട് കറക്കാൻ ശ്രമിക്കുക, പക്ഷെ ഇതുവരെ പഠിച്ചില്ല. എന്നെ കറക്കിയെടുക്കാൻ വെറും 3 ദിവസം മതിയായിരുന്നു. അയ്യേ, ഇനി നിങ്ങളെ ആര് കറക്കിയെടുത്ത്? ഞാൻ പള്ളിക്കൂടത്തിൽ പോയപ്പം സൈക്കിളും കൊണ്ട് എന്റെ പുറകെ നടന്ന് ഷൂ എന്ന് വിളിച്ചിട്ടല്ലേ ഞാൻ നിങ്ങളുടെ കൂടെ വന്നത്. അങ്ങനെയാണെ നീ എന്റെ സൈക്കിളിന്റെ പുറകെ പോണമായിരുന്നു. എന്തിന്? എന്റെ സൈക്കിൾ പഞ്ചറായ ശബ്ദമാ കേട്ടത്. ഷൂ 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 എന്ന്. ആ ഇപ്പൊ നിങ്ങൾ ഇത് പറയും, എന്നെ സ്നേഹിച്ചോണ്ടിരുന്ന സമയത്ത് ഇയാൾ എന്നോട് പറഞ്ഞു ഞാൻ ശ്വേതാമേനോനെ പോലെ ഇരിക്കുവാന്ന്. ആ കള്ളം പറഞ്ഞതിന്റെ ഒക്കെ ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കള്ളം പറഞ്ഞായിരുന്നോ? പിന്നെ സത്യമാണോ ഈ ശോശാമോനെ വിചാരിച്ചിരുന്നത്? നിങ്ങളൊന്ന് പോയെ, എന്റെ കുടുംബം വിറ്റിട്ടാണേലും ഞാൻ കറക്കും. എടി അതിന് കുടുംബം വിൽക്കേണ്ട കാര്യമൊന്നുമില്ല. 5000 രൂപ കൊടുത്തൊരു പശുവിനെ മേടിച്ചാൽ മതി. ഞാനിത് കറക്കി പഠിച്ചിരിക്കും, നിങ്ങൾ നോക്കിക്കും. എടി നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന്. നമ്മളെ മോൻ നല്ല വൃത്തിയായിട്ട് ചെയ്യും. അളിയനോ? അല്ല എന്താ അച്ഛാ? എടാ മോനെ, 25-ാം തീയതി നമ്മുടെ കുടുംബ സംഗമത്തിന്റെ വാർഷികമാ. ഓ, മാമൻ അച്ഛന്റെ കൂമ്പിലിട്ടിടിച്ചിട്ട് 1 വർഷമല്ലേ? ആ കൂമ്പിലിടിച്ച വാർഷികത്തിന്റെ അല്ല, കുടുംബ സംഗമത്തിന്റെ വാർഷികത്തിന് അമ്മച്ചിക്ക് ഇത് കറക്കി ആൾക്കാരെ ഒന്ന് ഞെട്ടിക്കണവളാ. അപ്പൊ അമ്മച്ചി മോന് തന്നെ പഠിപ്പിച്ചു തരുവാ. ഇപ്പൊ ചെയ്ത് കാണിച്ചാ എന്നാ കാണിക്കണ്ട മക്കള്. കണ്ടോണം ചെറുക്കൻ ചെയ്യുന്ന കണ്ടോണം. അയ്യാ, എന്തായാലും ഞാനിത് പഠിച്ചു കേട്ടാ. നിനക്ക് തലയ്ക്ക് വെളിവില്ലോടി? എനിക്കറിയാൻ വേണ്ടി. എടി നമ്മളെ കൊച്ചൻ കാണിച്ച്, എന്റെ കൊച്ചൻ കാണിച്ച് കണ്ടോ? എന്റെ മോന്റെ കഴിവ് നീ കണ്ടോ? അയ്യോ, അത് നിങ്ങളുടെ മോനായതുകൊണ്ടല്ലേ. പിന്നെ ആരുടെ മോനടി? അതല്ല പറഞ്ഞത്. അതെ, എന്റെ അച്ഛൻ സൈക്കിൾ യജ്ഞക്കാരനാ. ആ അച്ഛന്റെ കഴിവാ എന്റെ മോന് കിട്ടിയേക്കുന്നത്. നിന്റെ അച്ഛന്റെ സൈക്കിളിനെ പറ്റി കൂടുതൽ സംസാരിക്കരുതേ. എന്താ പറഞ്ഞാല്? എടി സാധാരണ പിള്ളേരെ നൂല് കിട്ടുന്ന അരി കൊണ്ടുപോയി ഇങ്ങനെ നിർത്തിയ സൈക്കിൾ യജ്ഞക്കാരനായ നിന്റെ അച്ഛൻ എന്റെ കുഞ്ഞിനെ തലയും കുത്തി നിർത്തിയ എന്നെ കൊണ്ട് നൂല് കെട്ടിച്ചത്. അതിനിപ്പോ എന്താ കുഴപ്പം? എന്തോ കുഴപ്പമെന്നോ? അരിപ്പെടുക്കണ്ട ചെറുക്കൻ എന്റെ തലയെപ്പെടുത്ത്. എന്റെ അപ്പൂപ്പൻ അങ്ങനെ കളിയാക്കരുത്. അച്ഛന് വല്ല കഴിവുണ്ട്. അച്ഛന് കഴിവുണ്ടോ നീ തന്നെ ചോദിക്കണോടാ. ഈ ഒരു കാര്യം ചെയ്, അമ്മയുടെ കഴിവ് നീ പുറത്തിറക്കാൻ നോക്ക്. ചെല്ല് 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 ചെല്ലേ. എന്റെ മോനെ, അമ്മച്ചി ഇത് കറക്കിയാ ശരിയാവാത്ത എന്താണെന്നറിയാവോ? നിന്നെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് നിന്റെ അച്ഛൻ പഴം കൊണ്ട് തുലാഭാരം നടത്താമെന്ന് നേർന്നതാടാ. എന്നിട്ട് ഇതുവരെ അയാൾ അത് നടത്തിയില്ല. ഈ തുലാഭാരം എന്താ അമ്മ? അയ്യോ, അതെന്റെ മക്കൾക്ക് അറിയത്തില്ലയോ? തട്ട് ഇതുപോലെ അമ്മച്ചിയെ കൊണ്ടുവന്ന് ഒരു തട്ടയിലോട്ട് ഇങ്ങനെ ഇരുത്തും. എന്നിട്ട് മറ്റേ തട്ടയിലോട്ട് കുറച്ച് പഴം എടുത്ത് വെക്കും. ഇനി നീ പഴത്തിന് എവിടെ പോവും? ചേട്ടാ, ഇച്ചിരി നേരം നിങ്ങൾ ഈ തട്ടയിലോട്ടൊന്ന് ഇരി. അപ്പൊ ഞാൻ പഴം അതിന് ആ ചെറുക്കനെയും കൂടെ അറിയിക്കണം. എടാ മോനെ, ഈ പഴം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളിരിക്കുന്ന തട്ട് പൊങ്ങിപ്പോകും, പഴം ഇരിക്കുന്ന തട്ട് താണിരിക്കും. പഴം ഇരിക്കുന്ന തട്ട് താണെങ്കിൽ ഇനി നിന്റെ അച്ഛനെ കൂടെ കൊണ്ടിരുന്നത്. ഓ, ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. അച്ഛനും അപ്പൂപ്പനും പഴം ആകുന്നതാ തുലാഭാരം. മോനെ, നീ കസേര ഇരുന്നോണ്ട് റൈറ്റും ചെയ്തില്ലയോ? അതൊന്ന് ചെയ്ത് കാണിച്ചേ. എന്റെ മോനെ, നില്ല്. ആദ്യം അമ്മച്ചി പഴം എടുത്ത് മാറ്റട്ടെ, അല്ല എന്റെ മക്കള് തെന്നി വീഴും. ചെയ്യടാ മക്കളെ. നീ ഇപ്പൊ കണ്ടോണേ. ആ
താണ്ട ഞാനുണ്ടല്ലോ ആ പന്തലുകാരെ വിളിച്ച് ഇത് ചെയ്യാനുള്ള കസേരക്ക് പറയട്ടെ. കസേര മാത്രം എന്തിനാക്കുന്നേ? ഒരു ടാർപ്പായും 10 ട്യൂബ്ലൈറ്റ് കൂടെ പറ, പൊരിക്കാനുള്ള കാശ് ഞാൻ കൊടുക്കാം. അച്ഛാ അമ്മ ഇങ്ങനെ കളിയാക്കല്ലേ. അച്ഛൻ ആ സമയം കൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? പിന്നെ കാലിയായ ഒരു ഗ്യാസ് കുറ്റി എടുത്ത് വെക്കുമ്പോ സ്വന്തം ഗ്യാസ് പോകുന്ന ഇങ്ങേരാ ഇനി അത് ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിന് ഗ്യാസ് വെച്ച് വെക്കണമൊന്നും ഇല്ലല്ലോ. അങ്ങനെ കണ്ണന്തിരി വർത്താനം പറഞ്ഞ കേട്ടോ. ഡേ ഇവന്റെ PT മീറ്റിംഗ് എന്നപ്പോ ഇവന്റെ സാർമാർ ഇവനെ പറ്റി ഭയങ്കര കംപ്ലൈന്റാ പറയുന്നത്. എന്തോ അച്ഛാ കംപ്ലൈന്റ് പറഞ്ഞേ? സാർ അടിക്കാൻ വന്നപ്പോ നീ എന്തിനാ തലയും കുത്തിയുന്നത്? അയ്യോ അതോ ആ? നട്ടല്ലേ കംപ്ലൈന്റ് ഉള്ള സാറിന്റെ ചന്തിക്കടിക്കാൻ വേണ്ടി സൗകര്യത്തിന് ഇന്ന് കൊടുത്തതാ. അത് പോട്ടെ. വേണ്ട ഇവന്റെ ക്ലാസ് ടീച്ചർ ഇവന്റെ മാർക്ക് ലിസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ചു എന്നെ 0 കളിക്കാൻ വിളിക്കുമായിരിക്കും. മൊട്ടയായിരുന്നു ഇവന്. അയ്യോ അതിന് ടീച്ചർ പറഞ്ഞ എന്തെന്നറിയോ? ടീച്ചർ മുട്ട തന്നാ ഞാൻ ആരോഗ്യം വെക്കുമെന്നാ. എടാ അത് മുട്ട തന്ന ആരോഗ്യം വെക്കുമെന്നല്ല, മുട്ട തിന്ന ആരോഗ്യം വെക്കുമെന്നാ. എടാ നിനക്ക് ഇവിടെ പഠിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഇല്ലയോ? വസ്ത്രത്തിനുള്ള സൗകര്യമുണ്ട്, ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടും ഞാൻ പഠിച്ച്. അതെന്തോടി അത് പറഞ്ഞപ്പോ ഇവനൊരു പുച്ഛം? അത് ഇന്നലെ ഇവിടുത്തെ പഴയ സാധനങ്ങളൊക്കെ പെറുക്കി എടുത്തപ്പോഴേ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അവന്റെ കിട്ടിയായിരുന്നു. നിന്റെ കിട്ടിയില്ലയോ? എന്റേത് ആദ്യമേ കിട്ടിയായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ അവനെ ഉപദേശിക്കാൻ. വേണ്ട നിന്നോടൊരു കാര്യം പറയുക, നിന്നെ ഞാൻ കാണുന്നത് ഒരു ഡോക്ടറായിട്ടാ. ആ ഞാൻ നിന്നെ കാണുന്നത് ഒരു എഞ്ചിനീയർ ആയിട്ടാ. നിങ്ങളെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഇമേജ് അല്ല, നിങ്ങളെ മോൻ മനോജാ. സ്കൂളിൽ കഥയൊന്നും പറയണ്ട, നീ സ്കൂളിൽ പോവാൻ നോക്ക്. അച്ഛാ എനിക്ക് അങ്ങനെയൊന്നും സ്കൂളിൽ പോകാൻ പറ്റൂല. സാറ് പറഞ്ഞ അച്ഛനെ വിളിച്ചിട്ടല്ലേ. ഇതൊക്കെ നിന്റെ മനസ്സിരുന്നാ ഞാൻ എങ്ങനെയാണ് അറിയുന്നത്? ഇതൊക്കെ എന്നോട് പറയണ്ടേ നീ? ഹലോ സാറേ, എന്തോരം കാര്യമുണ്ടോ? പിള്ളേരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? രക്ഷകർത്താക്കൾ അങ്ങോട്ടൊക്കെ പറയണേ. ആ പിന്നെ സാറേ നിങ്ങളുടെ അച്ഛൻ സാറിനെ അച്ഛനെ വിളിച്ചിട്ടുണ്ട്, സ്കൂളിൽ പോവാൻ നോക്ക്. ഫോണിൽ കൂടെ വിളിച്ചിട്ട് കഥയില്ല സാച്ചാ. ഈ സാറന്മാരുടെ ഒരു കാര്യം. എന്റെ ചേട്ടാ നിങ്ങൾ നാളെ നേരിട്ട് എന്നങ്ങനെ വിളിക്കും. കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ അമ്മാവനെ വിളിച്ചെന്റെ കൂട്ട്. ഓ അങ്ങനല്ല അമ്മ, സാറ് പറഞ്ഞു മനോഹരമായ ഒരു പടം വരച്ചോണ്ട് ചെല്ലാ. ആഹാ അത്രേ ഉള്ളായിരുന്നാ? എന്നാ നീ അമ്മച്ചിയുടെ പടം വരച്ചോണ്ട് പോടാ. മനോഹരമായ പടം വരച്ചോണ്ട് ചെല്ലാനാ പറഞ്ഞത്, അല്ലാതെ മരയോന്തിന്റെ പടം വരച്ചോണ്ട് ചെല്ലാൻ. ആ മറയോതിന്റെ കാര്യം പറഞ്ഞപ്പോരാ അച്ഛന് പരിപാടിയൊന്നും ഇല്ലേ? ഫിഗർ ഷോ അല്ലയോടാ? പിന്നെ കഴിഞ്ഞ പരിപാടിക്ക് ഞാൻ വെള്ളയൊക്കെ ഇട്ട് രംഗണ്ണന്റെ ഫിഗർ ചെയ്തില്ലയോ? അയ്യോ അത് രംഗണ്ണന്റെ ഫിഗർ ചെയ്തായിരുന്നോ? ഞാൻ വിചാരിച്ച കത്തിത്തീരാറായ മെഴുകുതിരിയുടെ ഫിഗർ ആയിരുന്നു. ആ കത്തിത്തീരുന്ന കാര്യം പറഞ്ഞപ്പോളാ ഈ പരിപാടിക്ക് നിന്റെ അച്ഛന്റെ ഐറ്റം എന്തുവാ? എന്റെ അച്ഛൻ വെറൈറ്റിയാ. ഇന്നലെ വരെ വേലായുധനായിരുന്നു, ഒറ്റയടിക്ക് നന്നായി മാറ്റി പറയും. അതല്ല എന്റെ അച്ഛൻ ഫയർ ഡാൻസാ കളിക്കുന്നത്. മോനെ 2 ജോഡി ഡ്രസ്സോടെ കൂടുതലെടുത്തോണേ. എന്തിനാ? ഇനിയിപ്പോ നമ്മൾ അപ്പൂപ്പന്റെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടല്ല വരുത്തുള്ളൂ. ഞാനതല്ല ആലോചിക്കുന്നത്. 16 എന്റെ കൊച്ചനെങ്ങനെ മീൻ കഴിക്കും? നീ കഴിക്കട്ടല്ലോ, കുഴിമത്തി ആവാലോ. ആദ്യം പുള്ളിയെ കുഴി മാന്തി വെക്കാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. അച്ഛനും മോനോട് എന്റെ കുടുംബക്കാരുടെ കുറ്റമൊന്നും പറയണ്ട. എന്റെ ആങ്ങളെ ഉണ്ടല്ലോ തലയെ വെച്ച് മൺകുടം ഉണ്ടാക്കും. അത് നല്ല ലാഭമാ. മൺകുടം അതിനുള്ള കളിമണ്ണ് അവന്റെ തലയിൽ തന്നെ ഉണ്ട്. എന്റെ ആങ്ങളെ കുറ്റം പറയാൻ എന്ത് യോഗ്യതയാ നിങ്ങൾക്ക്? 2ാം ക്ലാസ്. ഇതിലെങ്കിലും ഒന്ന് സത്യം പറയണം. 1ാം ക്ലാസ്. അച്ഛൻ 1ാം ക്ലാസ് വരെ പോയിട്ടുള്ള. അതിന് ആര് പോയി? എടാ അഡ്മിഷൻ എടുത്തതേ ഉള്ളു. നിങ്ങൾ ഈ വഴക്കൊന്നും നേർത്ത്. ഞാൻ ഇപ്പൊ ഒരു ഐറ്റം കാണിക്കും. അച്ഛനെ അമ്മ ആരാന്ന് വെച്ചാ കണ്ടു പഠിച്ചോളാം. അതാ നല്ലത്. ഇത് ഞാൻ പഠിക്കും. പിന്നെ മകള് കാണിക്കടാ, അമ്മച്ചി കിടക്കും. എടാ മോനെ ഇതൊന്നും നിന്റെ അച്ഛനെ കൊണ്ട് നടക്കത്തില്ല. പക്ഷെ ഇതൊക്കെ അമ്മച്ചി കാണിക്കും, നീ നോക്കിക്കോടാ മോനെ. ഇപ്പൊ കണ്ടാണ് അമ്മച്ചി തകർക്കാൻ പോകുന്നത്. ഇങ്ങനെ കിടക്കാനാണോ പ്ലാൻ? പിന്നല്ലാതെ. ഇങ്ങനെ കിടക്കുവാണെങ്കിൽ ഈ വർഷത്തെ ആമ സംരക്ഷണത്തിനുള്ള ബഡ്ജറ്റ് ഇവക്ക് കിട്ടും. കിട്ടും. പക്ഷെ അത് ഇവിടെ കിടന്നാ പോരാ, നീ പോയി കടപ്പുറത്ത് കിടക്കണം. അച്ഛാപ്പ അമ്മ. അമ്മയല്ലടാ ഇത് ആമ. നമ്മൾ എന്നെ ഇപ്പൊ ഇവിടെ കണ്ടേ?
ആണോ യോഗയാണോ? പേര് പോലെ തന്നെ അതിശയിപ്പിച്ചു. അതിശയം ഇതിനു മുമ്പ് ഇവിടെ വന്ന് നമ്മളെ അതിശയിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്കറിയാലോ, ബിക്കോസ് യോഗയൊക്കെ നന്നായിട്ട് ചെയ്യും, അതുപോലെ തന്നെ റോപ്പ് ഡാൻസ് നന്നായിട്ട് ചെയ്യും. കിടിലം പെർഫോമൻസ് ആയിരുന്നു. ഇത്രയും നാൾ നീ എവിടെയായിരുന്നു എന്നുള്ളത് ഞാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത് നമ്മുടെ ചെക്കനുണ്ടല്ലോ നാഷണലിൽ പോയി യോഗ ചാമ്പ്യൻഷിപ്പിൽ 4th പൊസിഷനിലെത്തി നിൽക്കും. ഇവിടെ ഒന്നുമല്ല, അങ്ങനെ നാഷണലിൽ ചെന്നിട്ടാണ്. അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? സൂപ്പറായിരുന്നു മോനെ. എനിക്കൊരു 10 ദിവസം ചെയ്ത് പഠിക്കാൻ പറ്റുന്നു. ഇതോ 10 ദിവസം വേണ്ടി വരില്ല, 9:30 ആവുമ്പോഴേ കിട്ടും. അതെ, 9:30 ആകുമ്പോ കറക്റ്റ് കിട്ടും. അപ്പൊ അത് പറഞ്ഞോണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. ഓക്കെ, കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ 22,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. ശ്വേതേച്ചി, ബാങ്ക് ഓഫ് ബോംബെ ചൂടോടെ പൈസ നിങ്ങൾക്ക് ഇപ്പൊ ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ ക്രെഡിറ്റ് ആയി കഴിഞ്ഞിരിക്കാണ് പൈസ. അടിച്ചു പൊളിക്കുക. അടുത്ത തവണ വരുമ്പോൾ ഒരുപാട് കൗണ്ടേഴ്സുമായിട്ട് വീണ്ടും വരാം. ആവേശത്തിനൊരു ഒരു കുറവുമില്ല, കാരണം അതുപോലെയാണ് സ്കിറ്റുകൾ. എന്തുമാത്രമല്ല നമ്മൾ ചിരിക്കുന്നത്. എങ്കിൽ ഒരു തവണയും കൂടെ നമുക്ക് ചിരിച്ച് ബാറ്ററി ഒക്കെ ഒന്ന് പവർഫുൾ ആക്കിയാലോ? കുട്ടി കുറുമ്പുകളെ വിളിക്കാം. പിള്ളേരുടെ പെർഫോമൻസ് കണ്ടിട്ട് കുറേയായി. അതും നമ്മുടെ ഈ വേദിയിൽ ആദ്യമായിട്ട് 2 കുഞ്ഞു കുരുന്നുകൾ വരാൻ പോവാണ്. നമ്മുടെ ക്യൂട്ടീസിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ജുവാന ആൻഡ് അഷിക. ഇത്തിരി പിന്തളെ നീ എന്താ ഭൂമിയെ സൂര്യനിതാ ആയിരിക്കുന്ന ശേരമോളല്ലേ? അതെ. എന്റെ പേര് കാക്കനാട് താറാമ. താറാമയോ സാറാമ. എന്റെ മക്കളെല്ലാം അങ്ങ് ദുബായിലാണേ. അവർക്ക് ഒരേ ഒരു നിർബന്ധം, ഞാൻ അങ്ങോട്ട് ചെല്ലണോന്ന്. നമുക്ക് ഈ നാടും വീടും പുഴയും കിളികളൊക്കെ വിട്ട് പോകാൻ പറ്റുമോ? മോള് പറ, പറ്റുമോ? ഇല്ല. അപ്പം അവര് സാധ്യ കെട്ടിട്ട് പറഞ്ഞ് അമ്മച്ചീനെ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അമ്മച്ചീനെ നോക്ക ഒരു ഹോം നേഴ്സ് വിടാന്ന്. അപ്പൊ എന്നാണെങ്കിൽ ഇതുവരെ വന്നിട്ടില്ല, എന്നാ ചെയ്യും? ഹലോ, ആരാ? ഹലോ അമ്മച്ചി, ഞാൻ കുഞ്ഞിപ്പെണ്ണാ. നീ കുഞ്ഞു പെണ്ണാണോ വലിയ പെണ്ണാണോ എന്ന് എനിക്കെങ്ങനെ അറിയാം? ഇതിന് മുമ്പ് നിന്നെ കണ്ടിട്ടില്ലല്ലോ. അമ്മച്ചി ഒരു ഹോം നേഴ്സിനെ വിടുന്ന് പറഞ്ഞില്ലേ, അതാ ഞാന്. നീ ഇപ്പൊ എവിടെത്തി? മുളന്തുരുത്തിയിലെത്തി അമ്മച്ചി. ഞാൻ നീ എങ്ങനെ അങ്ങോട്ട് വരണം? മുളന്തുരുത്തി കഴിഞ്ഞ് നടക്കാവ്, അത് കഴിഞ്ഞ് തൃപ്പൂണിത്തറ, അവിടെയല്ല എന്റെ വീട്. ശരി അമ്മച്ചി. ശരി. അവള് വരുന്നോടം വരെ ഇനി എന്തോ ചെയ്യും? ഹലോ ഗൈസ്, എല്ലാവർക്കും എന്റെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് തന്നെ നമുക്ക് ഒരു പുതിയ ഹോം നേഴ്സ് വരുന്നുണ്ട്. അവള് വന്നുടനെ അവളെ അൺബോക്സ് ചെയ്ത് അവളുടെ കാര്യങ്ങൾ ഞാൻ പുതിയ റിവ്യൂ ആയിട്ട് ഇടുന്നതാണ്. അപ്പൊ എല്ലാരും കാണുക. ബൈ. അമ്മച്ചി നമസ്കാരം. ആർക്കാടി നമസ്കാരം? നമസ്കാരം. അതിന് നീ ഏതാ? അമ്മച്ചീനെ കുറച്ചു മുമ്പ് വഴി വെച്ച് വിളിച്ച കുഞ്ഞിപ്പെണ്ണ ഹോം നേഴ്സാ ഞാന്. നീനെ കുറച്ച് ഇത്രക്ക് താമസിച്ചേ? അമ്മച്ചിയാണോ അമ്മച്ചി പറഞ്ഞേ മുളന്തുരുത്തിയായിട്ട് നടക്കണമെന്ന്? എടി മുളന്തുരുത്തി കഴിഞ്ഞ് നടക്കാനല്ല ഞാൻ പറഞ്ഞേ. പിന്നെ മുളന്തുരുത്തി കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പാടി നടക്കാവ്. അങ്ങനെയാണ് പറഞ്ഞേ. എന്റെ ദൈവമേ, ഇവളോട് കാലൂരെന്ന് പറയാതെ ഭാഗ്യം, അല്ലെങ്കിൽ ഇവള് കാലൂരിക്കൊണ്ട് വന്നേനെ. അതൊക്കെ പോട്ടെ. ആട്ടെ, എവിടുന്ന് വരുന്നു എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ വാങ്ങുന്ന റേഷൻ കടയെന്നാ. എന്തു ആട്ടാ? എടി നീ എവിടുന്ന് വരുന്നൂന്ന്? ഇരുട്ടി. എടി ഇരുട്ടിയതല്ലടി, മഴക്കാറാ. അമ്മച്ചി കണ്ണുരുട്ടി. നീ കണ്ണുരുട്ടിയാലേ ഞാനും കണ്ണുരുട്ടും. അമ്മച്ചി കണ്ണൂർ ഇരുട്ടി എന്നാ ഞാൻ പറഞ്ഞേ. എടി കണ്ണൂര് മാത്രല്ല ഇരുട്ടുന്നേ, ഇവിടെ ഇരുട്ടും. അമ്മച്ചി കണ്ണൂരുള്ള സ്ഥലവാ ഇരുട്ടി, അവിടെയാ എന്റെ വീട്. അവിടെയാ? അല്ലടി കൊച്ചേ, നീ വല്ലതും കഴിച്ചിട്ടാണോ വന്നേ? ഇല്ല അമ്മച്ചി, ഞാനൊന്നും കഴിച്ചില്ല. ഇല്ലേ? അമ്മച്ചി ചോറുണ്ടോ? കറികളില്ല, ചായക്ക് പാലുണ്ടോ? പഞ്ചാരയില്ല. ഇവിടെ ഇപ്പൊ കഴിക്കാൻ എന്തുണ്ട്? വെള്ളം. ഞാൻ വന്നതെന്തിനു? എന്നെ നോക്ക എന്നെ നോക്ക. നിന്നെ കൊച്ചു ഇങ്ങനെ കിടന്ന് നടക്കുന്നേ? അമ്മച്ചി എന്റെ ദേഹം കാണിങ്ങാലേ ഇങ്ങനെയാ. നിനക്ക് ഈ ജോലി എവിടെയെങ്കിലും നിന്ന് പരിചയമുണ്ടോ? ഇങ്ങനെ നിന്ന് അമ്മച്ചി എന്റെ ജോലിയും കൂലിയും പോയത്. അപ്പൊ അമ്മച്ചി അതിന്റെ കൂടെ നിപ്പായോണ്ടല്ലേ? എടി നീ ഇങ്ങനെ നിപ്പാന്ന്. അമ്മച്ചിയുടെ ഓരോ കോമഡികളെ.
നീ എന്റെ കൂടെ നാളെ രാവിലെ ടെസ്റ്റിന് വരണം കേട്ടോ. ആ അമ്മച്ചി രാവിലെ തന്നെ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നുണ്ടോ? ക്രിക്കറ്റ് ടെസ്റ്റിന് കാര്യമാണ് ഞാൻ പറഞ്ഞേ. പിന്നെ എനിക്ക് മൂത്രം ടെസ്റ്റ് ചെയ്യണം, രക്തം ടെസ്റ്റ് ചെയ്യണം. ഡോക്ടറിനൊരു സംശയം, മൂത്രത്തിൽ പഞ്ചാര ഉണ്ടോന്ന്. അതങ്ങനെ മൂത്രത്തിൽ പഞ്ചാര വരും അമ്മച്ചി? പാത്രത്തിലല്ലേ പഞ്ചാര വരൂ. എന്റെ പൊന്നു കൊച്ചേ, എന്റെ മൂത്രത്തിൽ ഷുഗർ ഉണ്ടോന്ന്. അങ്ങനെയാണോ? അമ്മച്ചി, അമ്മച്ചിക്ക് കൊളസ്ട്രോൾ ഉണ്ടോ? എടി ഉണ്ടായിരുന്നു, പക്ഷെ പഴയ പോലെ ചൂട് നിൽക്കുന്നില്ല. പുതിയ ഒരെണ്ണം വാങ്ങണം. എന്നതാ? കാസ്ട്രോൾ അല്ലേ? ഇത് കൊളസ്ട്രോൾ ഉണ്ടോന്ന് ചോദിച്ചത്. എടി നീ അങ്ങനെ കൂടുതൽ എന്നെ കളിയാക്കേണ്ട. ദൈവം സഹായിച്ചൊന്നും നിന്റെ ഒരു കുറവില്ല. ഷുഗറിന് ഷുഗർ, പ്രഷറിന് പ്രഷർ, കൊളസ്ട്രോളിന് കൊളസ്ട്രോൾ, ഉപ്പിന് ഉപ്പ്. അപ്പൊ ഈ നിൽക്കുന്ന അമ്മച്ചി അല്ല, സൂപ്പർ മാർക്കറ്റാ. എടി നാളെ രാവിലെ ഡോക്ടറെ കാണാൻ പോകുമ്പോ ഈ സൂചിയും കൂടെ എടുക്കും. ഈ സൂചി എടുക്കുന്നേ? ഡോക്ടർ പറഞ്ഞു ഈ സൂചി എടുത്തിട്ട് ഡോക്ടറെ കാണാൻ കയറാം. ഈ സൂചി എടുക്കാനല്ല പറഞ്ഞത്. പിന്നെ ECG എടുത്തിട്ട് ഡോക്ടറെ കാണാനാ പറഞ്ഞത്. ഞാൻ അങ്ങ് വിട്ടും പോയി. അമ്മച്ചി, കഴിഞ്ഞ ആഴ്ചയില്ലേ ഞാൻ രക്തം പരിശോധിക്കാൻ വേണ്ടി ആശുപത്രി പോയപ്പോയില്ലേ, ഡോക്ടർ പറയാണേ എനിക്ക് കൗണ്ട് കുറവാണ്. അത് നീ വന്നപ്പോഴേ തോന്നി, വെറുതെ അല്ല നീ പറയുന്നതൊന്നും ഇവര് ചിരിക്കാത്തത്. കൗണ്ട് രക്തം കുറവാണ്. അമ്മച്ചി, രക്തം കൂടാൻ എന്താ കഴിക്കണ്ടേ? മാമ്പഴം കഴിച്ചാ മതി. എല്ലാത്തിനെക്കാട്ടും ബെസ്റ്റ് സാധനമാ മാമ്പഴം. ആണോ അമ്മച്ചി? ആ, പോരാത്തതിന് പഴങ്ങളുടെ രാജാവ് കൂടെയല്ലേ മാമ്പഴം. പഴങ്ങളുടെ രാജാവാണോ അമ്മച്ചി മാമ്പഴം? അതെ അമ്മച്ചി, ഇന്നലെ ഒരു മുഴുത്ത മാമ്പഴം ഞാൻ കഴിച്ച് ഉറിഞ്ചു കുടിച്ചു. തോറ്ററിഞ്ഞു. ഇനി രാജാവിന്റെ തലവല വെട്ടു. നിന്റെ തല ഞാൻ വെട്ടു. എന്റെ ദൈവമേ, ഇതുപോലൊരെണ്ണത്തിനാണല്ലോ എനിക്ക് കൊണ്ട് തന്നെ. എന്നെ നോക്കാൻ ആരുണ്ട്? ഞാനുണ്ട് അമ്മച്ചി. ആഹാ, അമ്മച്ചി ഇവിടെ പട്ടിണി കിടക്കുമ്പോ മോള് പോയി ഉണ്ടേച്ച് വരുന്നല്ലേ? ഊതടി ഒന്ന് പോവാം ചുമ്മാ. എടി ഊതാനല്ല എന്നോട് ഇത് പറഞ്ഞേ. ഇതെന്നെ അമ്മച്ചി, ഞാൻ ഊതുമ്പോ അമ്മച്ചിയുടെ വന്ന് PP സൗണ്ട്. അമ്മച്ചി അറിയാതെ ആര് പോയി പൊറോട്ട ഇറച്ചിയും കഴിച്ച ഈ മിഷൻ BCയിൽ അടിക്കും. അമ്മച്ചിയുടെ ബുദ്ധി സൂപ്പർ. ആ എന്നെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഈ ക്യൂട്ടീസിന്റെ. ഞാൻ പറഞ്ഞു പോകുന്നത് ഇത്രയും അടിപൊളി ക്യൂട്ടീസ് ഇവിടെ വരുന്നേന്നുള്ളത് ഞാൻ അറിഞ്ഞേ ഇല്ല. കോട്ടയത്താന്നോ വീട്? എനിക്കത് കിട്ടി. അവിടെ ഇരിക്കുമ്പോ ആ ഒരു വൈബ് കിട്ടുന്നുണ്ടായിരുന്നു. എടി കൊച്ചെന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോ കിട്ടിയത് ആണോ? അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പെർഫോമൻസ്. കോട്ടയത്ത് എവിടെയാ, സ്ഥലം എവിടെയാ? പൊൻകുന്ന്. ഇതിൽ ഏതാ ജുവാൻ, ഇതിൽ ഏതാ അശിക? അത് ജുവാന, ഞാൻ അശ്വിക. മക്കളെ എത്ര പഠിക്കുന്നു? ഞാൻ 5-ല് 4-ല്. കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ക്യൂട്ട് സംസാരം. രക്തം പരിശോധിക്കാൻ പറ്റും. രക്തം നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? ഒരു സ്കൂളിലാണോ പഠിക്കുന്നേ? അല്ല, പിന്നെ എങ്ങനെ വീട് അടുത്താണ്? നിങ്ങൾക്കാണോ ഇവിടെ വരണോ ഇങ്ങനെ ഒരുമിച്ച് പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നേ? നിങ്ങള് കിഡിലങ്ങളാട്ടോ. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ക്യൂട്ടീസ് തന്നെയാ. നിങ്ങൾ എടുത്തേക്കുന്ന എഫേർട്ടിനും നല്ലൊരു കഴിഞ്ഞു. വേറെ കാര്യം ശ്രദ്ധിച്ചോ, അതായത് നമ്മളിവിടെ കുഞ്ഞു പിള്ളേര് വന്നിട്ട് പെർഫോം ചെയ്തിട്ട് അതിനുശേഷം ഇവർക്ക് അറിയാലോ ഇവിടുത്തെ പരിപാടി എന്താന്ന്. അപ്പൊ ഒരു ടെൻഷൻ കാണും മുഖത്ത്. സാധാരണ ഇവർ രണ്ടുപേരും മുഖത്തോട്ട് നോക്കിയേ, ഒന്നും ചിരിച്ച് കളിച്ചങ്ങനെ നിൽക്കുകയാണ്. അവരുടെ മനസ്സിൽ ഇത്രയേ ഉള്ളൂ, ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് പ്രസൻസ് കോമഡി മാസ്റ്റർ. അതിൽ വരിക, പെർഫോം ചെയ്യാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യൂട്ടീസ് ഇവരെ വിളിക്കുന്നവർക്ക് അറിയാം. ആ ക്യൂട്ടീസ് വൈബ് പിടിച്ച് ഇവരങ്ങ് പോകും. ഞങ്ങളൊക്കെ ഇഷ്ടമായോ? എങ്ങനെയുണ്ട് നമ്മുടെ ഈ വേദിയൊക്കെ? എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പൊ ഇനിയും വരുവോ? ഇങ്ങനെ വീട്ടിലൊക്കെ ആരാ ഉള്ളേ? എന്റെ വീട്ടില് അച്ഛൻ, അനിയൻ, അമ്മയുടെ അമ്മ, അമ്മ. ഓക്കെ. ഇവിടെയോ? അമ്മ, അച്ഛൻ, അനിയൻ, വല്യപ്പ, വല്യമ്മ. ഈ നിങ്ങളുടെ അനിയന്മാരുടെ കാര്യമാണോ ഇവിടെ എല്ലാരും പറഞ്ഞ? അനിയന്മാർ ഇച്ചിരി കുസൃതി കൂടുതലാന്ന് പറഞ്ഞോ? ആരുടെയാ? രണ്ടെണ്ണത്തിന് എന്നെ പ്രശ്നം എന്നാ? അതോ, ഞങ്ങള് ഞാനിപ്പോ ഫോൺ കണ്ടോണ്ടിരിക്കാന്ന് വിചാരിച്ചോ, അപ്പം മുടി പിടിച്ച് വലിക്കാം, അടിക്കുക, അപ്പൊ അരിശം കയറിയിട്ട് കൊടുക്കും. അരിശം കയറിട്ട് എന്നെ കൊടുക്കും? നല്ല കൊടുക്കുമോ തിരിച്ചു? ആര് കൊടുക്കും? ഞാന്. പിന്നെ അല്ല, ഒരു ദിവസം ഞാൻ സൈക്കിൾ ഓടിച്ചോണ്ടിരിക്കുവാണ്. അപ്പം ഇവൻ വിറക് കഷ്ണം കയ്യിലിരിപ്പുണ്ടേ. ആദ്യം ഒന്ന് എറിഞ്ഞു, അതിന് രണ്ടാമത് എറിയല്ലെന്ന് പറഞ്ഞപ്പോ ഇവിടെ തന്നെ ഇവിടെ എറിഞ്ഞോ? എന്നിട്ടോ? എന്നിട്ട് അമ്മ പറഞ്ഞു നിങ്ങൾ രണ്ടും ഇനി മിണ്ടി പോയാക്കേണ്ടെന്ന്. എന്നിട്ട് ഇവൻ എന്റെ അടുത്ത് മിണ്ടി വരും. ഞാൻ പറഞ്ഞു നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറയാൻ പാടില്ല. മിണ്ടി വരും. പിന്നെ പാവല്ലേ? അതതിന്റെ പാവല്ലേ? അവര് പാവങ്ങളാ അല്ലേ? ഒരു കാര്യം കഴിച്ചാലോ, നമുക്ക് അവരെയും കൂടി ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ? അനിയന്മാര് പാവങ്ങളല്ലേ? രണ്ടനിയന്മാർക്ക് ഇത് എന്നെ ഈ മുണ്ടൊക്കെ കൊള്ളാൻ വൻ സെറ്റപ്പിലാണല്ലോ ആശാൻ.
ചെരുപ്പ് ജുബയ്ക്ക് മാച്ച് ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഈ ഡ്രസ് മേടിക്കാൻ ഒരു 2 ദിവസം കലിപ്പുണ്ടാക്കി വീട്ടിലല്ല. അതല്ല ഈ ചെറുതാണോ വലിയൊരു കമ്മും കച്ച എടുത്ത് വെറുതെ ഞാൻ ആലോചിക്കുന്നേ. ഹായ് ഹായ് പറഞ്ഞേ. ഹായ് എന്നെ പേരെന്നാ? ഷോഹാൻ ഫിനിഷ്. ശോശന്യോ? ജോഹാൻ ഫിനിഷ്. ഷോർട്ട് ഫിലിം വന്നോ അത്? ജോഹാൻ ഫിനിഷ്. ജോഹാൻ ഫിനിഷ്. ജോഹാൻ ഫിനിഷ്. ജോഹാൻ ബിനീഷ്. ഇവിടെ. ഹായ്. എന്നെ പേരെന്നാ? അശ്വത് അനീഷ്. അശ്വത് അനീഷ്. അശ്വീത്. അശ്വീത്. ഇവനെ കണ്ട ഇത്രയും കുസൃതി കാണിക്കുന്നതെന്ന് പറയുമോന്നേ. ഒരു മാന്യനെ പോലെ നോക്കി കുറിയൊക്കെ തൊട്ട് ഞാൻ നിഷ്കളങ്കനാന്ന് അല്ലേ? ചേച്ചി വെറുതെ കള്ളത്തരം പറയുന്നതാന്നോ? അടി ഉണ്ടാക്കോ? ചേച്ചിയുടെ എക്സ്പ്രഷൻ കൊണ്ടു. മോനെ വീട്ടില് പാവാറാണ്ടോ? പാവാറാണ് വീട്ടില് ശരിക്കും ഉള്ള പാവം. അച്ഛൻ. അതെല്ലാ വീട്ടിലും അങ്ങനെയാണ് മക്കളെ. അതൊരു പരമസത്യമാണ് പോലെ. ആ സത്യം നീ വിളിച്ചു പറഞ്ഞു. അതെന്താണ് അച്ഛൻ പാവം എന്ന് പറയാൻ കാരണം? അല്ല ഒരു മിനിറ്റ് പാവമാണോ അല്ല പാവയാണോ? എല്ലാം പാവം. അപ്പൊ വീട്ടിലെ ഭീകരി ആരാ? എപ്പോഴും വഴക്കൊക്കെ പറയുന്ന സ്ട്രിക്റ്റ് ആരാ? ചേച്ചി. ഇപ്പൊ കണ്ടോണം. ഹലോ, ഹലോ. നമുക്ക് ഇച്ചിരി വർത്താനം പറഞ്ഞാലോ? പറഞ്ഞേ, ചേച്ചിയെ പറ്റി പറഞ്ഞേ. ചേച്ചി ഭീകരിയാണോ പാവമാണോ? നന്നായിട്ട് അഭിനയിച്ചോ എന്ന് പറഞ്ഞേ. എങ്ങനെ? വിവരം അറിയും അല്ലേ? എന്നിട്ട് പാവം ചേച്ചിയല്ലേ? ഇനിയിപ്പൊ അഭിനയിക്കാനൊക്കെ ഉള്ളതല്ലയോ ചേച്ചിക്ക്? ആണോ? ചേച്ചിയുടെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന്? അതറിയാൻ താല്പര്യമുണ്ടോ? ചേച്ചി ഇവിടെ വന്ന് പെർഫോം ചെയ്തേനെ. ഇനി ഒരു ബാറ്ററി വരും, ആ ബാറ്ററിയിൽ ചാർജ് കയറും, അതിന് പൈസ കിട്ടും. പൈസ കിട്ടിയാൽ കുറെ മുട്ടായി മേടിക്കാം, ഐസ്ക്രീം വാങ്ങാം, ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിന്റെ ഗിഫ്റ്റുകൾ കിട്ടും. അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കാൻ പോവാ. പിന്നെ ഒരു കാര്യം ചെയ്യോ, വാക്ക് തരണം. ഇനി നിങ്ങൾ വഴക്കടിക്കില്ല, നല്ല കുട്ടികളായിട്ട് നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമ്മാനങ്ങളും തരാം. എല്ലാരും 2 ബ്രദേഴ്സും വന്നേ. ഞങ്ങൾ സമ്മതിച്ചു. ഇനി വഴക്കുണ്ടാക്കില്ല. ചേച്ചിമാരെ സപ്പോർട്ട് ചെയ്യും. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ആണേ സത്യം. നമുക്ക് ബാറ്ററി കാണാം. ബാറ്ററി വാന്ന് പറ. ബാറ്ററി വരട്ടെ, ബാറ്ററി വരട്ടെ. കനനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ 20,000 രൂപ വലിയ എമൗണ്ടാ. കുറെ പൈസ കിട്ടി കയ്യിൽ. ഇതുകൊണ്ടിനി ഞാൻ എന്ത് ചെയ്യൂടോ? തലയിട്ട് വീഴോ നീ? എക്സ്പ്രഷൻ നോക്കൂ. 20,000 രൂപയുടെ എക്സ്പ്രഷൻ അതാ അവന്റെ മുഖങ്ങളിലൂടെ. ഒന്നര കാണിച്ചേ. 20,000 രൂപയുടെ ഇവര് 50,000 രൂപ അടിച്ചിരുന്ന ഇവ മുടി പറിച്ച് കളഞ്ഞ. ഈ പൈസ കൊണ്ട് ഇനി എന്നാ ചെയ്യും അറിയത്തില്ല. ഇതിനൊരു ഒരു 2 രൂപയെങ്കിലും തരുമോ? തരത്തില്ല, പിശിക്കാന്നോ? കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യാം. ചേച്ചിയാണ് ബാങ്ക് ഓഫ് ബോംബെ എന്ന് പറയും. അപ്പൊ ബാങ്ക് ഓഫ് ബോംബെ എടുത്ത് പൈസ ഇട്ട് തരാൻ പറഞ്ഞാൽ മതി. ഇട്ട് തരും. പറഞ്ഞോ, ബാങ്ക് ഓഫ് ബോംബെ ഗിവ് മീ ദ ക്യാഷ്. നോക്കണേ. ഇപ്പൊ വരും. ഫോൺ നോക്ക്. കൊള്ളാം. അപ്പൊ നമ്മൾ വീണ്ടും തിരിച്ചു വരണം കേട്ടോ. ഇങ്ങനെ നമുക്ക് കുറെ പൈസ ഇതുപോലെ വാരാ ഇവിടുന്ന്. ഓക്കെ, 20,000 റുപ്പീസ് ഈ മക്കൾക്ക് ലഭിച്ചിരിക്കാണ്. തിരിച്ചു വന്നപ്പോ നമ്മള് ഇന്നത്തെ മെയിൻ, അതായത് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരാന്നുള്ളതാണ് അറിയാൻ പോകുന്നത്. ബട്ട് ബിഫോർ ദാറ്റ് ശ്വേത ചേച്ചി, എല്ലാ എപ്പിസോഡിലും നമ്മളാണ് നമ്മുടെ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിന്റെ ഗിഫ്റ്റ് ഹാമ്പർ ഹാൻഡ് ഓവർ ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു മെയിനിന്. പക്ഷെ ഇന്ന് നമുക്കൊരു സപ്പോർട്ടായിട്ട് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിന്റെ MD തന്നെ ഇവിടെ ഡയറക്റ്റ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടെ MDനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ്, മിസ്റ്റർ ഖാലിദ് KP. നമസ്കാരം സാർ. സുഖമായിട്ടിരിക്കുന്നു. സാറിനെ ആദ്യമേ കണ്ടു പറയട്ടെ, നമ്മൾ എല്ലാവരും കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടാന്ന് പറയും. പക്ഷെ സാർ ആക്ച്വലി ഭയങ്കര ക്യൂട്ടാണല്ലോ കാണാൻ. സാറാണോ ഈ ക്യൂട്ടി എന്നുള്ള പേരിട്ട സാറാണോ? കിറ്റല്ല, ഞാൻ ഒറിജിനലായിട്ട് പറയാണ്. ആദ്യമായിട്ടാണ് ഇത്രയും സന്തോഷത്തോടെ ഭയങ്കര പ്ലസന്റ് ഫേസിൽ ഒരു MDനെ കാണുന്നത്. ബാക്കി ഫുൾ ടെൻഷനിലൊക്കെ ആയിരിക്കും വരുന്നത്. നല്ല ചിരി ആയുസ് കൂട്ടും എന്നാണ് പറയുന്നത്. അപ്പം ചിരിച്ചുകൊണ്ടേയിരിക്കാം. അതാണ്. അപ്പം നമ്മള് ഇന്ന് ന്യൂജൻ എന്ന് പറയുന്നത്
കൂടുതലും ഹ്യൂമർ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും. അപ്പോൾ കോമഡി മാസ്റ്റേഴ്സിൽ നമ്മൾ ഇത് സ്പോൺസർ ചെയ്യുമ്പോൾ തന്നെ വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഒരു സഹയാത്രികരാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ പലപ്പോഴും നമ്മൾ വളരെ സ്ട്രെസ്സായിട്ട് നിൽക്കുന്ന സമയങ്ങളിലൊക്കെ ഇതിൻ്റെ എപ്പിസോഡുകൾ കാണുമ്പോൾ കുറേ നേരത്തേക്ക് നമ്മളെ മറന്നു പോവുകയാണ്. അപ്പം ഒരു ഗ്രേറ്റ് എന്താണ് പറയുന്ന ഒരു സോഷ്യൽ സർവീസാണ്, നമ്മൾ ആയുസ് കൂട്ടുന്ന ഒരു സോഷ്യൽ സർവീസാണ് നമ്മൾ ഈ ചിരിയിലൂടെയും ചിരി പകരുന്നതിലൂടെയും നൽകുന്നത് എന്നുള്ളതാണ്. കാരണം ഞാൻ ഈ ഫ്ലോറിൽ ഇരുന്നപ്പോൾ നാച്ചുറലായിട്ട് കുട്ടികളൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ഹ്യൂമറിനെ ഒരു ഫ്ലോറിൽ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇറ്റ് ഈസ് അമേസിങ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വർത്ത്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ സാർ ആരാന്നുള്ള സാർ ഇടയ്ക്ക് മറന്നു പോകുന്നതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് അതുകൊണ്ട് സാറാണ് ഇത്തവണ നമ്മുടെ മെയിൻ ആ ഒരു ഗിഫ്റ്റ് ഹാമ്പറും നൽകേണ്ടത്. സാറിന്റെ ജീവിതത്തിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ഷോയിനെ സ്നേഹിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി വലിച്ചു നീട്ടുന്നില്ല, കാരണം നമ്മുടെ ശ്വേത ചേച്ചി വെയിറ്റ് ചെയ്യാണ് ആ ഒരു പേര് അനൗൺസ് ചെയ്യാൻ വേണ്ടി, അല്ലേ? ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ഭയങ്കര ഡിഫിക്കൽട്ട്, വെരി ടഫ്. യുനോ ഇവര് രണ്ടുപേരും നമ്മളുടെ എൽഡേഴ്സിനെ മാറ്റി വെച്ച 3 കുട്ടികളുണ്ട്. ഐ തിങ്ക് നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് ഒരു ഉണ്ട്. ലെറ്റ് മീ കം ദേ. ഓക്കെ, ഇവിടെ വന്നിട്ട് ചേച്ചി എന്തായാലും പറയുന്നതായിരിക്കും ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരാന്നുള്ളത്. യെസ്, നല്ലൊരു കൈയ്യടി കൊടുക്കാം ശ്വേത ചേച്ചി. സർ, ഐ എം ഷുവർ സർ എൻ്റെ ഒരു ഡിസിഷൻ്റെ കൂടെയാണ് ഉണ്ടാവുക. എനിക്ക് തോന്നുന്നു ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ നമ്മുടെ ഈ ചെറിയ 2 വാവകളാണ്. അടിപൊളി അടിപൊളി. ജുവാന ആൻഡ് അഷിക, വെൽക്കം. ആൻഡ് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ജുവാന ആൻഡ് അഷിക. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരു ചരിത്ര നിമിഷമാണ്. കാരണം സാധാരണ ക്രൗൺ ഒരാൾക്കാണ് നമ്മൾ വെച്ചു കൊടുക്കാറുള്ളത്. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് 2 പേർക്കും, അതായത് നിങ്ങളുടെ ടീമിനായിട്ടാണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. അതുകൊണ്ടാണ് ക്രൗൺ ഇങ്ങനെ വെച്ച് തന്നത്. ഒരു വാക്ക് അല്ലേ, നേരെ നടക്കുക, തിരിച്ചു വരാം. നല്ലൊരു കൈ എടുക്കുക. ഇന്നത്തെ താരങ്ങൾ. ചേച്ചി കുറച്ചേച്ച് പുറത്തോട്ട് പോയാൽ 2 അരിയന്മാരും കൂടെ ക്രൗണ്ട് അടികൂടലാണ്. പക്ഷെ കുഴപ്പമില്ല, അടി കൂടിയാൽ അവർക്ക് നിരവധി സാധനങ്ങൾ ലഭിക്കുകയാണ്. കാരണം ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പറും കൂടെ നിങ്ങൾക്ക് നൽകാണ്. അതും ഡയറക്റ്റ് ആയിട്ട് MD-യുടെ കയ്യിൽ നിന്ന് തന്നെ. കൺഗ്രാറ്റുലേഷൻസ്. വീട്ടിലേക്കുള്ള ഒരു ലോഡ് സാധനങ്ങൾ ഇതാ അതിനകത്തുണ്ട്. ഇതും കൊണ്ട് നേരെ അമ്മയടുത്തും അച്ഛനേലും കൊണ്ട് കൊടുത്തു കേട്ടോ. പാരന്റ്സിനുള്ള ഗിഫ്റ്റുമായി. അതിന് സന്തോഷായില്ലേ? എന്നാ തോന്നുന്നു ഈ അവസരത്തിൽ? എന്നാ പറയാനുള്ളേ? എനിക്കിപ്പോ ഒന്നും പറയാൻ കിട്ടുന്നില്ല. എന്നേലും പറ. ഹാപ്പി ആയോ? സന്തോഷമായി. അതെനിക്ക് പറയാനുള്ളൂ, ഒന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പൊ ഇനി ഇതുപോലെ കിരീടങ്ങൾ നമുക്ക് നേടണം. അതിനായിട്ട് ഇനിയും പെർഫോം ചെയ്യാം. ഓക്കെ, ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിന്റെ ഗിഫ്റ്റ് ഉണ്ട്. അതിന്റെ അകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് പറയണം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് കോമഡി മാസ്റ്റേഴ്സ് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ്. നമ്മുടെ ഈ ജേർണിയിൽ നമ്മളെ കൂടെ ഉണ്ടായതുകൊണ്ട്. ആൻഡ് ഐ തിങ്ക് യു ആർ ദ റൈറ്റ് പ്ലേസ്. ഇന്നത്തെ നമ്മുടെ ഫ്യൂച്ചർ. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ കോമഡി മാസ്റ്റേഴ്സിൻ്റെ അണിയറയിലുള്ള എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഈ പരിപാടിയിലെ പല സ്കിറ്റുകളും ഇൻസ്റ്റഗ്രാമിലൊക്കെ മില്യൺസാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ക്യൂട്ടിയെ പോലെ ആളുകൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ഫോർ എവറിത്തിങ്. ഷുവർ. ഈ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. സാറിന് എന്നും ഞങ്ങളെ ഓർത്തിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ചെറിയ മൊമെന്റോ നൽകുകയാണ്. ശ്വേത ചേച്ചി, ക്യാൻ വി ജസ്റ്റ് ഹാൻഡ് ഓവർ ദാറ്റ്? താങ്ക് യു സോ മച്ച് സാർ. അപ്പൊ ഇനിയും നമ്മളോടൊപ്പം ഈ ഒരു ജേർണിയിൽ ഉണ്ടാവണം. ഹാൻസ്, ഇനി ഈ ഒരു സന്തോഷം കുറച്ചുകൂടെ കളർഫുൾ ആക്കണമെങ്കിൽ നമുക്കൊരു ടീമിനെ വിളിക്കണം. ആൾക്കാരെ ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ? 5 പാട്ട് കേക്കണ്ടേ? ലെറ്റ്സ് ഇൻവൈറ്റ് ടീം പാണ്ഡവ. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഹരി
ഹരി നന്മ നമുക്കിതേയുള്ളൂ നന്മ നമുക്കിതേയുള്ളൂ നന്മ നമുക്കിതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജന്മസാഫല്യം വരുമോ ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. അടിപൊളി. ശരിക്കും നിങ്ങളുടെ ഈ പാട്ട് കേട്ടപ്പോ ഞാൻ ആലോചിച്ചു നമ്മുടെ നാട് ഇത്രയും കലകളാൽ സമ്പന്നമാണ്. മാത്രമല്ല കേരളത്തിന്റെ ഭയങ്കര ഒരു അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അടിപൊളിയായിരുന്നു. ഒരു വേദി ഞങ്ങൾക്ക് കിട്ടിയതിൽ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരം. അതുപോലെ മോനെ, കാരണം ഈ ന്യൂജൻ നിങ്ങൾ ഇപ്പോഴും ഇതൊരു ഇതായിട്ട് കൊണ്ടുനടക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് കേട്ടോ. പലയിടത്തും പല കൊച്ചു പിള്ളേരും അല്ലെങ്കിൽ വരുന്ന യുവാക്കളൊന്നും ഇങ്ങനെ നമ്മുടെ ഈ ട്രഡീഷണൽ പരിപാടിയോട് വലിയ താല്പര്യം കാണിക്കില്ല. അതൊക്കെ ഒരുപാട് സന്തോഷം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ 2025-24 തൊട്ടിട്ട് ഇതാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ന്യൂജൻ അതെ 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 ഭയങ്കര ഇപ്പൊ പഴയ കലകള് എല്ലാം നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ സൂപ്പർ. ടീം പാണ്ഡവ ഇനിയും ഒരുപാട് പെർഫോമൻസുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ മീറ്റ് ചെയ്യുന്നതായിരിക്കും ആറന്മുളയെ വെച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ അങ്ങനെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. വളരെ ദുഃഖത്തോടെ ഞാൻ പറയുകയാണ്, ഈ ഓളം ഞങ്ങൾ തൽക്കാലം ഒന്ന് നിർത്തുകയാണ്. പക്ഷേ അടുത്ത എപ്പിസോഡുമായിട്ട് നമ്മൾ വരും. അതുവരേക്കും ബൈ.